മാനേജ്മെന്റുകളാണ്. ഈ മാനേജ്മെന്റുകളിൽ തന്നെ 65% സവർണ കോളനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എയ്ഡഡ് മേഖലകളെ പതിറ്റാണ്ടുകളായിട്ട് സർക്കാർ കേവലം ശമ്പളം കൊടുക്കുന്ന ആളുകളായി മാറുകയും അതിന്റെ എല്ലാ അധികാര നടത്തിപ്പുകൾ ഈ പറഞ്ഞ മാനേജ്മെന്റുകൾ സവർണ മാനേജ്മെന്റുകളാവുകയും ചെയ്യുന്ന സമയത്ത് അത് PSCക്ക് വിടണം എന്നുള്ള തന്റെ ഇടത്തോടുകൂടി പറയുവാൻ ഇവിടെ നിലവിൽ വന്ന ഭരണകൂടങ്ങൾക്ക് സാധ്യമല്ലാതിരുന്നപ്പോൾ സുപ്രീം കോടതി പോലും എയ്ഡഡ് നിയമനങ്ങൾ PSCക്ക് വിടുന്നത് ഭരണഘടനാപരമായി അനുകൂലമാണ് വിധി പ്രസ്താവിച്ചിട്ട് പോലും അതിന് ധൈര്യം കാണിക്കാതിരിക്കുമ്പോഴാണ് വെൽഫെയർ പാർട്ടി രാജ്യനിവാസികളോട് പറയുന്നത്, നമ്മൾക്ക് അധികാരപ്പെട്ട നമ്മളുടെ ശമ്പളം കൊണ്ട് ഇവിടുത്തെ എയ്ഡഡ് മേഖല അവിടങ്ങളിലെ സവർണ തമ്പുരാക്കന്മാർ വാഴുന്നു എന്നതിനാൽ PSC നിയമനങ്ങളിൽ സാമുദായികമായ അതുപോലെ തന്നെ ആനുപാതികമായ പ്രാതിനിധ്യം നടപ്പിലാക്കണം എന്നുള്ളത് സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരായ മനുഷ്യന്മാർ സർക്കാർ മേഖലയ്ക്ക് വേണ്ടിയിട്ട് അവർക്കത് അപ്രമാദിത്വം അവർക്കൊരിക്കലും തന്നെ എത്തിച്ചേരാൻ കഴിയാത്ത സന്ദർഭത്തിലാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ തെറ്റായ വഴികളിലൂടെ നിയമനങ്ങൾ നടത്തുകയും അങ്ങനെ സർക്കാരിന്റെ ശമ്പളം പല വഴികളിലൂടെയും യഥാർത്ഥത്തിൽ നേർക്കുനേരെ PSC മുഖാന്തരം കിട്ടേണ്ട ജോലികൾ പോലും വളഞ്ഞ വഴികളിലൂടെ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് അധികാരത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് മുന്നാക്ക വിഭാഗങ്ങൾ തെറ്റായ മേഖലകളിലൂടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയും തിരികെ കയറ്റുമ്പോൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കീഴാള വിഭാഗങ്ങൾ, പിന്നാക്ക വിഭാഗങ്ങൾ, അധികൃതരായ അല്ലെങ്കിൽ പാർശ്വവൽക്കൃതരായ വിഭാഗങ്ങൾ അവരുടെ ജനസംഖ്യ ആനുപാതിക അടിസ്ഥാനത്തിൽ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തണം എന്നുള്ള കാര്യം കൃത്യമായി വെൽഫെയർ പാർട്ടി ഈ രാജ്യത്തോട് രാജ്യനിവാസികളോട് നമ്മുടെ കേരളത്തിലും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സവർണ സംവരണം എന്ന പേരിൽ മുന്നാക്ക വിഭാഗത്തിലെ ആളുകൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാസത്തെ ഒരു പഠനം മാത്രം നടത്തിയപ്പോൾ 4-5 പതിറ്റാണ്ടുകളായിട്ടും ഇവിടത്തെ പിന്നാക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ ജാതി സെൻസസ് സമ്പൂർണമായി നടത്തുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഭരണകൂടങ്ങളെ തിരിച്ചറിയുകയും ഒരു രാഷ്ട്രീയ മുന്നേറ്റം, അധികാര പങ്കാളിത്തം, യഥാർത്ഥത്തിൽ സംവരണം എന്ന് പറയുന്നത് സാമ്പത്തികമായ ഒരു ചോയ്സ് അല്ല, സാമ്പത്തികമായ പ്രശ്നം പരിഹരിക്കലല്ല. അങ്ങനെ സാമ്പത്തികമായ പ്രയാസം ഉള്ള ആളുകളെ അവരുടെ പ്രശ്നം പരിഹരിക്കൽ വേറെയാണ്. മറിച്ച് അധികാരത്തിലും അതുപോലെ തന്നെ ഭൂവിനിയോഗത്തിലും എല്ലാം തന്നെ തുല്യാവകാശം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന കൃത്യമായ രാഷ്ട്രീയമായ മുന്നേറ്റമാണ് സംവരണമെന്നും ആ സംവരണം അട്ടിമറിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ രാജ്യത്തെ 75% വരുന്ന അധസ്ഥിത പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നിച്ചൊരു മുന്നേറ്റം നടത്തിയാൽ ആ മുന്നേറ്റത്തിന്റെ മഹാപ്രവാഹത്തിൽ ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടേതായ നിലപാടുകളും കടപുഴകി വീഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിന് വേണ്ടി വെൽഫെയർ പാർട്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. വിളയൂരിലെ ഇന്നാട്ടിലെല്ലാം നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. വെൽഫെയർ പാർട്ടി ഈ രാജ്യത്തോട് പറയുന്ന, ഈ നാട്ടുകാരോട് പറയുന്ന കാര്യങ്ങൾ ഈ നാടിന് വേണ്ടിയും ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയിട്ടുമാണ് എന്നവർക്ക് ഉറക്ക ബോധ്യമുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തോട്, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ച് ഈ പോരാട്ടത്തിൽ ശക്തി വരണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. രംഗത്ത് തന്നെ സംഘപരിവാർ ശക്തമായി പിടിമുറുക്കുന്നതിനും കാരണമായി ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് അവർ ഉപയോഗപ്പെടുത്തുകയുണ്ടായി. ഇന്ന് ഇതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിലെ 103-ാം ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ സംവരണം എന്ന് പറയുന്നതിന്റെ മൗലികതയ്ക്ക് തന്നെ ഭംഗം വരുത്തുന്ന രീതിയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2019 മുന്നോക്ക സംവരണം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുകയുണ്ടായി. എന്താണ് യഥാർത്ഥത്തിൽ സംവരണം എന്നതുകൊണ്ട് ലക്ഷ്യം വെച്ചത്? അതിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാലങ്ങളായി വലിയ രീതിയിൽ ഉദ്യോഗസ്ഥ ഭരണ രംഗങ്ങളിൽ നിന്ന് പിന്നാക്കം നിന്ന
ജനവിഭാഗങ്ങളെ ഒരു കൈത്താൻ സഹായം എന്ന നിലക്ക് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ സംവരണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന തത്വത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് 10% സംവരണം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സംവരണ തത്വത്തെ അട്ടിമറിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് ഏത് കണക്കിന്റെയും പഠനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംവരണ മാനദണ്ഡം ഉണ്ടാക്കിയത് എന്ന് പഠിക്കുമ്പോഴാണ് എത്രമാത്രം ഭീതികരമാണ് ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുക. നമ്മുടെ രാജ്യത്ത് സെൻസസ്, ജാതിപരമായ സെൻസസ് ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. 1931 അവസാനമായി ഇന്ത്യയിൽ ജാതി സെൻസസ് ശാസ്ത്രീയമായ രീതിയിൽ പഠനം നടത്തിയത്. പിന്നീട് ഇന്ത്യ രാജ്യം 1948 സെൻസസ് ആക്ട് പ്രകാരം ഇന്ത്യ ഗവൺമെന്റ് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഒന്നാമത്തെ സെൻസസ് നടത്തുന്നത് 1951 ഈ 51 കേവല ജ്ഞാനേശ്വരിമാരി അഥവാ ജനസംഖ്യാ കണക്കെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് പോകാതെ രാജ്യത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള സാമൂഹികമായ നീതിയെക്കുറിച്ച്, അവരുടെ സാമൂഹികമായ അവസ്ഥയെക്കുറിച്ച്, അവരുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പഠനം നടത്തുവാൻ നമ്മുടെ രാജ്യത്തുള്ള ഭരണകൂടങ്ങൾ തയ്യാറായില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്തെ ജനവിഭാഗങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ഡാറ്റയും ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൂരാച്ചിപ്പടി പ്രദേശത്തെ അയ്യങ്കാളിയും അംബേദ്കറും ജനതയെ ചോദ്യം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങളെ വർണ്ണവെറിയുടെ മാടം വിട്ടുകൊണ്ട് വീണ്ടും അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ചെറുത്തുനിൽപ്പിന്റെ സമരവുമായി